ഇനി ഗവൺമെന്റ് അംഗീകരിച്ചാലും ഭരണഘടന അംഗീകരിച്ചാലും ആരും അംഗീകരിച്ചില്ലെങ്കിലും KT ഉസ്താദ് നിയമിച്ച മാനേജർ എന്നുള്ള സ്ഥാനം മതി. അതിനെ വെല്ലുന്ന ഒരു നിയമവും തൽക്കാലം ഇല്ല എന്ന ഒറ്റ വിശ്വാസം എനിക്കുണ്ട്. അസ്സലാമു അലൈക്കും. ദാറുന്നജാത്തിന്റെ മാനേജർ എന്ന് അവകാശപ്പെടുന്ന NK അബ്ദുമാക്കാന്റെ അഭിമുഖം ഞാൻ കണ്ടു. തുടക്കത്തിൽ പറഞ്ഞതിനെ തന്നെ ഖണ്ഡിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. 76-ൽ ദാറുന്നജാത്ത് രൂപീകരിക്കപ്പെട്ടു. അതിന്റെ സ്ഥാപകൻ എന്ന രീതിയിൽ KT ഉസ്താദിനെ പരിചയപ്പെടുത്തിയത് തന്നെ ആ മഹാനോട് ചെയ്യുന്ന അപരാധമാണ്. ദാറുന്നജാത്ത് 76-ൽ രൂപീകരിക്കുന്നത് സമസ്ത കേരള ജമിയത്തുലമയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി. അതിന്റെ പ്രഥമ പ്രസിഡന്റ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ. അതിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി KC ജമാലുദ്ദീൻ മുസ്ലിയാറാണ് നവ്വറല്ലാഹു മർക്കദ. 79 വരെയും 3 വർഷവും അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നത് KC ജമാലുദ്ദീൻ മുസ്ലിയാറാണ്. അക്കാലഘട്ടത്തിൽ KT ഉസ്താദ് അതിന്റെ വർക്കിംഗ് സെക്രട്ടറി ആയിരുന്നു. ആദ്യകാലത്ത് ജീവനക്കാരില്ല, പക്ഷേ ചെലവുണ്ടാവുമല്ലോ. ചെലവുമായി ബന്ധപ്പെട്ട എല്ലാ വൗച്ചറും കൗണ്ടർ സൈൻ ചെയ്തിരുന്നത് ആലക്കുജം വാപ്പോക്ക എന്ന് പറയുന്ന ഒരാളായിരുന്നു. നവ്വറല്ലാഹു മർക്കദ മരിച്ചുപോയി. പിന്നീട് പറഞ്ഞു 74 മുതൽ 78 വരെ 4 വർഷം പഠിച്ച മമ്പാട് കോളേജിൽ തന്നെ ജോലി ചെയ്തു. ഞാൻ രാജിവെച്ച് നജാത്തിനെ സഹായിക്കാൻ വേണ്ടി പോന്നു എന്നാണ് പറഞ്ഞത്. ആളുകൾക്കിടയിൽ ഒരു മതിപ്പുണ്ടാക്കാൻ നല്ല പ്രയോഗം നടത്തിയത്. വിവാദങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ അഭിമുഖവും ഞാൻ കേട്ടു. അദ്ദേഹം അതിൽ പരാമർശിച്ചത് വ്യക്തിഹത്യ നടത്താൻ ഞാൻ ഒരുങ്ങുന്നില്ല, ഞാനും അതിന് മുതിരുന്നില്ല. അദ്ദേഹത്തിന് അവിടുന്ന് രാജിവെക്കേണ്ടി വന്നു. അതാണ് വാസ്തവം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ കരുവാറുകുണ്ട് നിവാസികളോട് ചോദിച്ചാൽ കൃത്യമായ മറുപടി കിട്ടും. പിന്നീട് അവിടെ അലവി സാഹിബ് വന്നു. അലവി സാഹിബിന്റെ യോഗ്യത നോക്കിയിട്ടല്ല അവിടെ നിയമിച്ചതാണ്. അദ്ദേഹം അന്തമാനിലും മറ്റുമായി ജോലി ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ നജാത്തിൽ നിന്ന് ലഭിക്കുമായിരുന്ന ശമ്പളത്തിന്റെ 3 ഇരട്ടി ശമ്പളത്തിന് അവിടെ ജോലി ചെയ്തിരുന്നു. ഒരു സ്ഥാപനത്തിലെ കൃത്യമായി ഉത്തരവാദിത്വത്തോടു കൂടി ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റും എന്ന് KT ഉസ്താദിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അലവി സാഹിബിനോടെ നിയമിച്ചു. അലവി സാഹിബ് ഏറെക്കാലം അതിന്റെ ജീവനക്കാരനും മരിക്കുമ്പോൾ അതിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം? ഇവരുടെ ഉദ്ദേശം മറിച്ചാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാറുന്നജാത്ത് ഓർഫനേജ് UPU സ്കൂളിൽ നടന്ന വിവാദ നിയമനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരിശോധന, അതിന്റെ റിപ്പോർട്ട്, അതിന്റെ കണ്ടെത്തലുകൾ, അതിലേക്കല്ല ചർച്ച പോരേണ്ടത്. അത് മാറ്റി നിർത്തിക്കൊണ്ട് അതാരും ചർച്ച ചെയ്യരുത് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി മനഃപൂർവ്വം സാധാരണഗതിയിൽ പറഞ്ഞാൽ ടിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. വേറെ വഴിക്ക് ചിരിക്കുകയാണത്. അതിൽ നിന്ന് ആദ്യം ഇവർ പിൻവാങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവാദ നിയമനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ തുടക്കത്തിൽ തന്നെ ഒന്ന് കണ്ണിച്ചു മൂപ്പര്, ഞാൻ KT ഉസ്താദ് നിയമിച്ച മാനേജറാണ്, അതുകൊണ്ട് ഇനി ആ മാനേജർ സ്ഥാനം ഏത് ഭരണഘടന പറഞ്ഞാലും മാറൂല. കേട്ടല്ലോ നിങ്ങള്. 1976-ൽ ദാറുന്നജാത്ത് രൂപീകരിക്കപ്പെടുമ്പോൾ അതിനൊരു ഭരണഘടനയില്ല. അത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല. 77-ൽ ആദ്യത്തെ അതിന്റെ അംഗീകാരം കിട്ടിയത് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമാണ്. അതിന്റെ ആദ്യത്തെ പേരെന്താ? ദാറുന്നജാത്ത് മുസ്ലിം ഓർഫനേജ് എന്നാണ് പേര്. അതിന്റെ നമ്പറാണ് 302/77. പിന്നെ ഈ പറയപ്പെടുന്ന ഭരണഘടന ഉണ്ടാക്കിയത് ആരാ? ഭരണഘടന ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ഞാൻ KT ഉസ്താദിനെ അംഗീകരിക്കില്ല എന്നാണ് ഈ അർത്ഥം. വളരെ കൃത്യമായ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭരണഘടന ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല അവിടെ ചർച്ച. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയല്ല അവിടെ ചർച്ച ചെയ്യുന്നത്. ദാറുന്നജാത്തിന് വേണ്ടി KT ഉസ്താദ് എഴുതി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത ഭരണഘടന നമ്പർ 124/84. 1984-ലാണ് ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഓർഫനേജ് ഉണ്ടാക്കി 8 കൊല്ലങ്ങൾക്ക് ശേഷം KT ഉസ്താദ് എഴുതിണ്ടാക്കിയ ഭരണഘടനയാണത്. ആ KT ഉസ്താദ് എഴുതിണ്ടാക്കിയ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞ കാര്യമാണ് ജനറൽ സെക്രട്ടറി തന്നെ ആയിരിക്കണം മാനേജറും കറസ്പോണ്ടന്റും. ഞാൻ ആ കാലഘട്ടത്തിൽ അവിടെ അല്ല. ഞാൻ ആ ഭരണഘടന നോക്കിയിട്ടാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പും കണ്ടെത്തിയത് ആ ഭരണഘടനയാണ്. ഒരു ഭരണഘടന രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ 1ാമത്തെ പരിഗണന ഭരണഘടനക്കും 2ാമത്തെ പരിഗണനയെ ഭരണസമിതിക്ക് കൊടുക്കാൻ പറ്റൂ. ഭരണസമിതിയുടെ എത്രാമത്തെ തീരുമാനപ്രകാരം എന്നെയും ഇന്നാളെയൊക്കെ മാനേജറാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. ഭരണസമിതിക്ക് തീരുമാനമെടുക്കണമെങ്കിൽ ഭരണഘടനയുടെ പരിധിയിൽ നിന്നുള്ള തീരുമാനം അംഗീകരിക്കൂ. ഇവിടെ പറ്റിയത് അതാണ്. ഇവിടെ ഈ ചിത്താന്താണ് പറ്റിയത്. ഞാൻ തന്നെയാണ് മാനേജർ എന്ന ചിത്താന്താണ് പറ്റിയത്. മാത്രമല്ല ഞാൻ പിന്നെ ഒന്നുകൂടി നീട്ടി പറയുന്നു, 2009 ഫെബ്രുവരി 1 ഉസ്താദ് വഫാത്താകുന്നത് വരെ അവിടെ നടത്തിയ നിയമനങ്ങളിലൊക്കെ മാനേജർ എന്ന രീതിയിൽ ആരാണ് ഒപ്പുവെച്ചിരിക്കുന്നത്? KT ഉസ്താദാണല്ലോ. ആ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്.
AEO റിപ്പോർട്ടിൽ ഇന്ന 2009 ഫെബ്രുവരി 1 വഫാത്താകുന്നതിന് മുമ്പ് നടത്തിയ നിയമനങ്ങളിലൊക്കെ മാനേജർ എന്നുള്ള KT ഉസ്താദ് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ മാനേജറായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം അല്ലല്ലോ ഒപ്പിട്ടത്. അതിനുശേഷമുള്ള നിയമനങ്ങളിൽ 2/9/2009 ചേർന്ന ഭരണസമിതിയുടെ തീരുമാനപ്രകാരം മാനേജറായ വ്യക്തി അതിന് ശേഷം ഒപ്പിട്ടിരിക്കുന്നത്. ഭരണഘടന അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതാ പറഞ്ഞത്, KT ഉസ്താദിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആ ഭരണഘടനയുടെ പ്രത്യേകത എന്താ? ആ ക്ലോസ് ഭേദഗതിക്ക് പോലും വിധേയമാക്കാൻ പറ്റാത്തതാണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി മഹാനായ KT ഉസ്താദ് എഴുതിയുണ്ടാക്കിയ ഭരണഘടനയെ പോലും ഞാൻ അംഗീകരിക്കില്ല, ഞാൻ തന്നെയാണ് മാനേജർ എന്ന ദുസ്സാഠ്യമാണ് ഇന്ന് നജാത്തുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങൾക്കും കാരണം. എന്റെ സ്ഥാപനത്തിൽ ടിയാരി എന്ന് പറഞ്ഞാൽ എന്റെ മകൾ നിശാത്ത് സുൽത്താൻ. നിശാത്ത് സുൽത്താൻ നിങ്ങളുടെ മോളാണ്. പരാമർശിക്കുന്ന ആ കുട്ടി എന്റെ മോളാണ്. ജോലി ചെയ്തതായാണ് പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ള വാദം. ഉസ്സൻ പറയുന്നത് നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഈ നിശാത്ത് സുൽത്താന ജോലി ചെയ്തിട്ടുണ്ട്. അതിന് ഉപോത്ബലകമായി പ്രസ്തുത സ്ഥാപനത്തിന്റെ മാഗസിനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സ്റ്റാഫ് ലിസ്റ്റിൽ ടിയാരിയുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിൽ അന്വേഷിച്ച ഏജൻസിക്ക് അവർ കാണേണ്ട തെളിവ് ഇയാൾ പ്രൊഡ്യൂസ് ചെയ്ത, ഇയാൾ ഉപോത്ബലകമായി കൊണ്ടുവന്നിട്ടുള്ള ഈ മാഗസിൻ മാത്രമാണ്. കൃത്യമായി മറുപടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. പരാതിക്കാരൻ ഞാനാണ്. എങ്ങനെയാണ് ഇത് പരാതി കൊടുക്കേണ്ടി വന്നത്? ഒരു സുപ്രഭാതത്തിൽ ഒരു പരാതി എഴുതിയങ്ങ് കൊടുത്തതല്ല. 2019 മാർച്ച് 3-ാം തീയതിയാണല്ലോ ഉത്തരവ് ഇറങ്ങുന്നത്. മാർച്ച് 3-ാം തീയതി ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം തന്നെയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ മോൾ അവിടെ സ്കൂളിൽ ജോലിക്ക് വരുന്നത്. സുലാഫ. ഒരു തർക്കവും അതിലില്ല, തർക്കിക്കേണ്ട ആവശ്യമല്ല. എങ്ങനെ ഇത് ബഹുജനങ്ങൾ അറിയുന്നത്? കമ്മിറ്റി ഭാരവാഹികൾ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ മോളെ അനധികൃതമായി രജിസ്റ്ററിൽ എഴുതി ചേർത്തത് കമ്മിറ്റി മെമ്പർ പോലും പറഞ്ഞിട്ടില്ല. UP സ്കൂളിനെ ഒരു സബ് കമ്മിറ്റി ഉണ്ട്, അതിന്റെ കൺവീനർ അബ്ദുൽ കരീം ബാക്കവിയാണ്. മൂപ്പരാണ് ആദ്യമായി ഈ വിവരം കിട്ടിയതിന് ശേഷം എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അതിന്റെ മരിച്ചുപോയ നേരത്തെ സൂചിപ്പിച്ച അലവി സാഹിബ് എൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം വിളിച്ചു. എങ്ങനെ ഇതൊക്കെ ബഹുജനങ്ങൾ അറിഞ്ഞത്? ഈ നിയമനങ്ങൾ ബഹുജനങ്ങൾ അറിഞ്ഞത് ഈ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം ഇവർ മലപ്പുറത്ത് പോയി ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ കൊടി പിടിച്ച് ജാഥ നടത്തിയപ്പോഴാണ് ഇതൊക്കെ ബഹുജനങ്ങൾ അറിഞ്ഞത്. ആ ജാതി പോയിട്ടില്ലെങ്കിൽ തന്നെ പലരും ഇത് അറിയുമായിരുന്നില്ല. അങ്ങനെ നിയമനങ്ങളിൽ വിവാദമുണ്ട്, ചർച്ച വന്നു. ഇത് പുറത്തു പോകാതിരിക്കാനുള്ള ശ്രമം തന്നെ ആദ്യം നടത്തിയത്. പങ്കെടുത്തവരൊക്കെ കുറ്റക്കാരാണ്, ഞാൻ ഉൾപ്പെടെ. എന്താ നടന്നത്? ഷൗക്കത്തും സലാം ഫൈസി ഇരിങ്ങാട്ടിയും ചർച്ച ചെയ്യണമെന്ന പേരിൽ കുറേ ആളുകളെ വിളിച്ചൂട്ടി. ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാ? അലവി സാഹിബ് നബറല്ലാഹു മർക്കത മരിച്ചുപോയി, ഞാൻ പറഞ്ഞ അലവി സാഹിബ്, അബ്ദുൽ കരീം ബാക്കവി ഇരിങ്ങാട്ടി, അബ്ദുസലാം ഫൈസി ഇരിങ്ങാട്ടി, ബഷീർ ഹാജി, കോഴിപ്പാടം വാപ്പുട്ടി, റഷീദ് അഹമ്മദ് മാസ്റ്റർ, നൗഷാദ് പുഞ്ച, ഞാൻ, ഷൗക്കത്തലി. നജാത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. എങ്ങനെ ഇത് കയറി പറ്റിയെന്ന് ചോദിച്ചു. അതിന് മുമ്പേ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിവാദമുണ്ട്. അലവി സാഹിബിൻ്റെ കുടുംബങ്ങൾ നജാത്തിൽ എത്രത്തോളം ജോലിക്ക് കയറിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരുടെയും പേരും വെച്ച് ഫേസ്ബുക്കിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. അവിടെ എന്താ സംഭവിച്ചത്? അലവി സാഹിബിൻ്റെ മോൾ ബുഹൈസ അതിനകത്തുണ്ടായിരുന്നു, ലിസ്റ്റിലുണ്ടായിരുന്നു. ബുഹൈസാനെ വെട്ടിയത് ആരും അറിഞ്ഞിട്ടില്ല. ചർച്ചക്കിടയിൽ ചോദ്യം വന്നു. അലവി സാഹിബ് ചോദിച്ചു, നൗഷാദെ, ബുഹൈസ എങ്ങനെയാണ് വെട്ടിമാറ്റിയത്? നൗഷാദിൻ്റെ മറുപടി ഞാൻ സുലൈമാനോട് ചോദിച്ചിട്ടാണ്. സുലൈമാൻ്റെ ഭാര്യ കൂടിയാണ് ബുഹൈസ. അപ്പോൾ അവിടുന്ന് അടുത്ത ചോദ്യം വന്നു. നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ബന്ധമുള്ള അലവി സാഹിബ് ജീവിച്ചിരിക്കെ മകളെ ലിസ്റ്റിൽ നിന്ന് വെട്ടുന്നു, തലസ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുമ്പോൾ ഒന്ന് അന്വേഷിച്ചു കൂടായിരുന്നോ? ചർച്ച വന്നതാ. ഏതായാലും ചർച്ചക്കൊടുവിലൊരു തീരുമാനത്തിലെത്തി, വിവാദങ്ങളിലേക്ക് എത്തണ്ട. ഇവർക്കൊക്കെ 11/11/2015 മുതൽ 9 ആൾക്കും, 31/12/2015 മുതൽ ഒരാൾക്കും, 2017 മുതൽ മറ്റൊരാൾക്കും, അങ്ങനെ 11 ആൾക്കും കുടിശ്ശിക കിട്ടുമല്ലോ. കാരണം 19-ന് ശേഷമല്ലേ ഉത്തരവ് ഇറങ്ങുന്നത്.
അപ്പോൾ 11/11/2015 2019 ഇടക്ക് ശമ്പള ഇനത്തിൽ കിട്ടുന്ന കുടിശ്ശിക മൊത്തത്തിൽ അവർ ആർക്ക് നൽകട്ടെ? ധാരണജാതന് നൽകട്ടെ, വിവാദം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. വിവാദം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്ന കണക്കൂട്ടി 70 ലക്ഷം രൂപയാണ് നജാത്തിന് കിട്ടിയത്. കിട്ടേണ്ട എത്രയാണ്? സുലാഫ മാത്രം 11 ലക്ഷം രൂപ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞതല്ല, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞതാ. എനിക്ക് അനധികൃതമായി കിട്ടിയ ശമ്പളം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ജോലി ചെയ്യാത്ത കാലഘട്ടങ്ങളിൽ എനിക്ക് കിട്ടിയ ശമ്പളം ഞാൻ എന്ത് ചെയ്തു? നജാത്തിന് കൊടുത്തു, പൂർണ്ണമായും കൊടുത്തു. അപ്പോൾ 11x11 എത്ര ഉണ്ടാവണം? 2 പേർക്കല്ലേ ചെറിയ വ്യത്യാസമുള്ളൂ. ഏകദേശം എന്തുണ്ട്? 1,10,00,000 15 ലക്ഷത്തിൻ്റെ ഇടക്ക് സംഖ്യ വരും. അത് എത്രയാണ് കൊടുത്തത്? 70 കൊടുത്തത്. ഒന്ന് ലിസ്റ്റ് പുറത്തുകൂടിയും ഓരോരുത്തരും തന്നത് എത്ര? 11 ആൾ. സുലാഫ് എത്ര തന്നു? നിഷാദ് എത്ര തന്നു? റെയ്ഹാനത്ത് എത്ര തന്നു? അങ്ങനെ ഓരോരുത്തരുടെ പേരുണ്ടല്ലോ. ആ 11 പേരെ പേരും അവർ തന്ന പൈസയൊന്ന് പുറത്തു വിട്ട് ആ 70 ലക്ഷം എത്രയെന്നൊന്ന് ഉറപ്പുവരുത്തി ആദ്യം. ഇതാണ് അവിടെ നടന്നത്. ഇവിടെ നടക്കുന്ന വിവാദം എന്താണ്? സുലാഫ 31/12/2015 മുതൽ ശമ്പളം എഴുതിയെടുത്തിട്ടുണ്ട്. 2019 ശേഷമേ ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇരട്ട ശമ്പളം എന്ന് പറഞ്ഞത് വരുന്നത് എങ്ങനെയാ? ഇരട്ട ശമ്പളം അവരുടെ ആ റിപ്പോർട്ടിലേക്ക് ചർച്ചയ്ക്ക് വന്നാലൊക്കെ ബോധ്യപ്പെടും. 2 റിപ്പോർട്ടുണ്ടല്ലോ. ഒന്ന് AEOയുടെ റിപ്പോർട്ട്, രണ്ടാമത്തെ DD റിപ്പോർട്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാണത്. എന്താണ് പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? 2019 ചർച്ചകളൊക്കെ നടന്നു. ഏകദേശം 1,20,00,000 രൂപ നജാത്തിന് കിട്ടേണ്ടത് 70 പരിമിതപ്പെടുന്നു. 50 ലക്ഷത്തിൻ്റെ കുറവ്. മാത്രവുമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇക്കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന പല അധ്യാപകർക്കും നജാത്തിൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ചെറുതെങ്കിലും പൈസ ശമ്പളം കൊടുത്തിട്ടുണ്ട്. ഇവർ വെറുതെ പണിയെടുത്തില്ലല്ലോ. ഈ പണിയെടുത്തിരുന്ന അധ്യാപകർക്ക് അവിടുന്ന് ശമ്പളം കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ ഓരോരുത്തരും വാങ്ങിയ ശമ്പളം നജാത്തിലേക്ക് തിരിച്ചടക്കണം. ഓരോരുത്തരും വാങ്ങിയ ശമ്പളം നജാത്തിലേക്ക് തിരിച്ചടക്കണം. നജാത്തിൽ നിന്ന് വാങ്ങിയ ശമ്പളം തിരിച്ചടക്കണം. ഏതുവേ? സർക്കാർ ശമ്പളം കിട്ടി അന്ന് മുതൽ തിരിച്ചടച്ചാൽ മതി, അതുവരെയുള്ള വേണ്ട. 11/11/2015 മുതൽ 2019 കാലയളവിൽ ഇവർക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട്. വെറുതെ പണിയെടുത്തേക്കല്ല, ചെറുതെങ്കിലും ചെറുത് നജാത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവർ തിരിച്ച് നജാത്തിലേക്ക് കൊടുക്കണം. അതും കൂടി കൊടുക്കുമ്പോൾ ഈ 70 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഒരു 30 ലക്ഷം അതെങ്കിലും ഉണ്ടാകും. പിന്നെ ഒരു 40 ലക്ഷം രൂപയാണ് ആകെ നജാത്ത് ഈ ഇനത്തിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. പരാതി കൊടുക്കാനുള്ള കാരണം എന്താ? ഇതിങ്ങനെ മൈനസായി പോരുകയാണ്. അതോടൊപ്പം എന്ത് ചെയ്തു? വിവാദങ്ങൾ എല്ലാ ആളുകൾക്കും അറിയാലോ. ആ സ്കൂൾ മുതലാണുള്ളതൊക്കെ തുടങ്ങുന്നത്. എല്ലാ ആളുകളും ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരാൾ പണിയെടുക്കാതെ ശമ്പളം കിട്ടിയപ്പോൾ പണിയെടുത്തതിൻ്റെ പേരിൽ സ്വാഭാവികമായും മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ. അവർക്കിടയിൽ മർമ്മറൊക്കെ നടക്കും, ചർച്ചകളൊക്കെ നടക്കും. നജാത്തിലുടനീളം നാട്ടിലുടനീളം ചർച്ചയ്ക്ക് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സുലാഫ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് കമൻ്റ് ഇട്ടത് അതിനൊക്കെ കാരണം. ആരാ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? അസ്ലം എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അറബി കോളേജിൽ. അത് മറ്റൊരു വിവാദമാണ്, ഞാൻ അവിടേക്കും വരാം. അങ്ങനെ അസ്ലം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ തെളിവ് രേഖകൾ കൂട്ടത്തിൽ വെക്കും. അതിന് കമൻ്റ് ഇട്ടുകൊണ്ട് സുലാഫ പറഞ്ഞതാ, കുറേ നാളുകളായല്ലോ കേസ് കൊടുക്കും എന്ന് പറയുന്നത്, എന്തേ വിജിലൻസിൽ പോകാത്തത്? വെല്ലുവിളിക്കുമ്പോൾ എന്നെ വെല്ലുവിളിച്ചത്. വെല്ലുവിളി കേട്ടപ്പോൾ ഞാൻ ചെയ്തത് 2022 സെപ്റ്റംബർ 20 വെല്ലുവിളി എനിക്ക് കിട്ടിയത്. ഞാനല്ല അത് ആദ്യം കാണുന്നത്. പലരും കണ്ടിട്ട് എന്നെ വിളിക്കുക ഫേസ്ബുക്കിലൂടെ ആയതുകൊണ്ട്. ഞാനങ്ങനെ ഫേസ്ബുക്കൊക്കെ നോക്കുന്ന ആളായിരുന്നില്ല. എന്നെ അങ്ങനെ വെല്ലുവിളിച്ചു, അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. വെല്ലുവിളി ഏറ്റെടുക്കാതിരുന്നാൽ ഞാൻ വലിയ കുറ്റക്കാരനാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇങ്ങനൊരു വെല്ലുവിളി വന്നിട്ടുണ്ട്, ഈ പറയപ്പെടുന്ന മാനേജർക്ക് ഞാൻ വോയിസ് ഇട്ടു. ആ വെല്ലുവിളി ഞാൻ സ്വീകരിക്കണോ? ഹെഡ് മാസ്റ്റർക്ക് ഞാൻ വോയിസ് ഇട്ടു. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഞാൻ ഏകദേശം അറിയിച്ചു. 4 മാസം വരെ ഞാൻ കാത്തു, ഒരു മറുപടിയില്ല. അപ്പം ഞാനെന്തുണ്ടായി? ഒരു പരാതി ഉണ്ടാക്കി. ആ പരാതി AE ഓഫീസിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ കോപ്പി ആദ്യം ഇവർക്കാണ് കൊടുത്തത്. നജാത്തുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ അതിൻ്റെ കോപ്പി കൊടുത്തു. ആരും പരിഗണിച്ചില്ല, പ്രതികരിച്ചില്ല. അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഒരു വെല്ലുവിളിക്കുത്തരമായി കൊണ്ട് 2023 മാർച്ച് 13 ഞാൻ പരാതി കൊടുത്തു.
EAക്ക് പരാതി കൊടുത്തു. ഞാൻ തന്നെ പരാതി കൊടുത്തത്. ഇവിടെ പറഞ്ഞല്ലോ ഡ്യുവൽ സാലറി വാങ്ങിയതിൻ്റെ തെളിവെന്താ? കുറേ കാര്യം പറയുന്നുണ്ട്. 2023 മുതൽ 2024 മെയ് വരെ UP സ്കൂളിൽ പഠിപ്പിച്ചതായി രേഖ കാണുന്നുണ്ട്. മനുഷ്യന്മാരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്താ തരോ, ഇതൊരു പച്ചക്കറി സ്ഥാപനമല്ലല്ലോ, ഇതിനൊരു അടുക്കും ചിട്ടൊക്കെ വേണ്ടേ? ഒരു അധ്യാപകൻ റിലീവ് ചെയ്യല് ഏപ്രിലോ മെയിലാ? മാർച്ച് 31 റിലീവ് ചെയ്യാം. എന്തിനാ പിന്നെ ഏപ്രിൽ മെയിൽ കൊണ്ടുപോയിട്ടത്? എന്നിട്ട് പിന്നെ റീജോയിൻ ചെയ്യുന്നു. ഇവിടെ സുലൈമാൻ എന്ന് പറയുന്ന ഓർഫനേജ് കുട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു എന്നാണല്ലോ പറയുന്നത് ഈ നിഷാത്ത് സുൽത്താന. എന്നെ അവസാനം വളരെ മോശമായി പരാമർശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊക്കെ പറയുന്നത്. ഈ നിഷാത്ത് സുൽത്താന ആദ്യം ജോലി ചെയ്തത് എവിടെയാണ്? കുറേ കാലം തേരാപാര നടന്നു എന്നല്ലേ? ഏകദേശം ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളത് 79 അതായിരിക്കും നിഷാത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. PGയും BEd എടുക്കണമെങ്കിൽ എത്ര കൊല്ലം വരും? എത്ര വയസ്സാകണം? 24 കൊല്ലെങ്കിലും വേണം BEd എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 23 കൊല്ലം മിനിമം വേണ്ടേ? ആ 79 കൂടി 23 കൂട്ടി എത്ര വരും? ആ 2023 എന്ന കാലം BEd എടുത്ത് പുറത്തേക്ക് ഒരു തേരാപാരി ഇറങ്ങിയിട്ടില്ല. ഇടത്തേക്ക് പണിയാ. നേരെ കയറി ദാറുന്നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിരുന്നു. അധ്യാപികയായി അവിടെ ജോലി ചെയ്യുക. ടീച്ചറെ കുറിച്ച് പരാതി വന്നു. ക്വാളിഫിക്കേഷൻ MSc BEd നെറ്റും സെറ്റൊക്കെ ഉണ്ടാവാം. അധ്യാപനം എന്ന് പറയുന്ന ഒരു കലയാണ്. കുട്ടികളിൽ നിന്ന് പരാതി വന്നു. PTA ചർച്ച ചെയ്തു. മാനേജറുടെ മോളാണല്ലോ, വെട്ടത്തൂർ സ്വദേശി ഉസ്മാമ ശ്രീനവ്യച്ഛൻ. അദ്ദേഹത്തിനും ഇടപെടാൻ പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ മാനേജറുമായി ലിങ്കുള്ള ആളുകളിലേക്ക് സന്ദേശം കൈമാറി ചർച്ച ചെയ്തു. അവിടുന്ന് പിൻവലിച്ചു പോന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നത്. പിന്നീട് എവിടേക്കാണ് പോയത്? കണ്ണത്ത് കോളേജിൽ പോയി. കണ്ണത്ത് കോളേജിൽ ഇന്ന കാലഘട്ടങ്ങളിലൊക്കെ ജോലി ചെയ്തു എന്ന് ഒപ്പം ജോലി ചെയ്ത അധ്യാപകരുടെ വോയിസ് മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമാണെങ്കിൽ പുറത്തു കൊടുക്കും. പിന്നെ തെളിവ് എന്നറിയുന്നത് എന്താ? മെറ്റീരിയൽ എവിഡൻസ് ആണോ ഇതിൽ ചോദിച്ചത്? അതും എപ്പോൾ? ഞാൻ പരാതി പറയുമ്പോൾ AEOയിലേക്ക് പരാതി കൊടുക്കുന്ന കൂട്ടത്തിലല്ല വന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിൽ DDയുടെ ഇൻസ്പെക്ഷനും കഴിഞ്ഞതിന് ശേഷം ഹിയറിംഗ് നടത്തി. ഈ അബ്ദുമാക്കാനെ വിളിച്ചല്ലോ, നിഷാത്തിനെ വിളിച്ചു, അതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഹിയറിംഗ് നടത്തി. അതേ ദിവസം എന്നെ വിളിച്ചു, എനിക്കന്ന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസം എനിക്ക് തന്നു. അപ്പം എന്നോട് ചോദിച്ചത് എന്താ? ഇവരൊക്കെ നിഷേധിക്കുകയാണല്ലോ, അപ്പം നിങ്ങൾ ഇത്ര മെറ്റീരിയൽ എവിഡൻസ് എന്തെങ്കിലും തരാൻ പറ്റുമോ? കൃത്യമായുണ്ട്. യഥാർത്ഥ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആദ്യത്തെ മാഗസിൻ പുറത്തിറങ്ങുന്നത് C. ഹംസ സാഹിബോട് അധ്യാപകനായി എത്തിയതിന് ശേഷമാണ്. C. ഹംസ സാഹിബ് പഠിപ്പിച്ചിരുന്നതേ നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തൊരു സ്ഥാപനത്തിൽ. ഹംസ സാഹിബ് പോകുമ്പോൾ ഹംസ സാഹിബിൻ്റെ ഇപ്പോൾ കുറച്ച് കുട്ടികളും പോയി. ആരാ ആദ്യത്തെ ചീഫ് എഡിറ്റർ? മാഗസിൻ്റെ എഡിറ്റർ ഷാഫി ആയിരുന്നു. നമ്മളെ തൂര് പഞ്ചായത്തിലെ മെമ്പർ കൂടിയായിരുന്നു ഷാഫിയ ഫസ്റ്റ്. അന്ന് മുതൽ 2008 2009 മുതൽ 2015-16 കാലയളവിൽ അവിടുന്ന് പുറത്തിറങ്ങിയ എല്ലാ മാഗസിനിലും നിഷാത്ത് സുൽത്താനിൻ്റെ ഫോട്ടോ ഉണ്ട്. വലിയ തെളിവ് തന്നെയാണത്. എവിടെയാണ് ഫോട്ടോ കൊടുത്തിരിക്കുന്നത്? അധ്യാപകരുടെ ലിസ്റ്റിലാണ് ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നതേ. അത് തെളിവ് തന്നെയല്ലേ? ആരെങ്കിലും ഒരാൾ നാട്ടുകളിൽ ഒന്നും നടക്കാതെ വെറുതെ നടക്കുന്ന ഒരാളെ പിടിച്ചു കണ്ട് കോളേജിലെ ടീച്ചറാണെന്ന് ആരെങ്കിലും പറയോ? എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൃത്യമായ ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ കണ്ടെത്തിയത്. അത് മാത്രമല്ലല്ലോ കണ്ടെത്തിയത്, 2015-ന്റെയും 2019-ന്റെയും ഇടയ്ക്കുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കിയിട്ടാണ് പറഞ്ഞത്. ഇറഗുലാരിറ്റി അതിനകത്തുണ്ട്, മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട്, തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ, പേര് നിഷാത്ത് സുൽത്താനിൻ്റെതാണ്, ഒപ്പിട്ടിരിക്കുന്ന അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന ആളാണ്. എങ്ങനെ നടന്നത്? ഇതെന്താ കുറുക്കല്യാണ്? ഇതൊന്നും കുറുക്കല്യാണൊന്നല്ലല്ലോ പകരം ആള് പോകാൻ. നടന്നത് എന്താ യഥാർത്ഥത്തിൽ? വസ്തുതകൾ പറയണം. അത് ദീനി സ്ഥാപനമാണ്. വെറുതെ സെൻറ്റി അടിച്ചിട്ട് ഉസ്താദിൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടൂല. ഇപ്പം നിങ്ങളുടെ ദുരുദ്ദേശമാണ് നിങ്ങൾക്കുള്ളത്. ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടാതെ ഉസ്താദിനെ മുൻനിർത്തിക്കൊണ്ട് വ്യക്തിപരമായി ആക്രമിക്കാം എന്നാണ് ധാരണയെങ്കിൽ കരുവാരകുണ്ടിലെ ജനങ്ങളോട് തുറന്ന് പറയേണ്ടി വരും. 1 by 1 കൊണ്ട് മൈക്ക് കെട്ടി തന്നെ പറയേണ്ടി വരും. അതിന് മുമ്പ് ഞാനൊരു സൂചന നൽകുന്നു. എന്തെങ്കിലും ചെയ്തത്? എങ്ങനെ അബ്ദുൽ ജലീൽ എന്ന പേരിൽ വന്നത്? നിങ്ങൾ ചെയ്തത് എന്താ? കോൺട്രാക്ട് നിങ്ങളെടുത്തു. കോൺട്രാക്ട് കണ്ണത്ത് കോളേജിൽ ജോലി ചെയ്യുമ്പോൾ 15,000 മിനിമം ശമ്പളം കിട്ടും. UP സ്കൂളിൽ ജോലി ചെയ്താൽ 5,000 കൊടുത്താൽ മതി. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു അബ്ദുൽ ജലീലിന് വെക്കും. അവിടുന്ന് 15,000 വാങ്ങിയാൽ 5,000 ആർക്ക് കൊടുത്താമായി? ജലീലിന് കൊടുത്താമായി. ഇന്നല്ല നാളെ എന്തെങ്കിലും അപ്രൂവൽ കിട്ടിയാൽ സർക്കാരിൻ്റെ ശമ്പളം വേറെയും കിട്ടും.
ഒരേ സമയത്ത് സർക്കാരിൻ്റെ ശമ്പളം അത് വാങ്ങാനുള്ള പണിയെടുത്തു. പിന്നെ എപ്പോൾ ഉണ്ടോയെന്ന് ചോദിക്കുന്നതിന് കൃത്യമായി കിട്ടും. ബാങ്ക് വഴി ശമ്പളം കൊടുത്ത ആളുകളൊക്കെ ഡീറ്റെയിൽസ് സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടാൽ കൊടുക്കേണ്ടി വരും. ഒരു വലിയ അന്വേഷണം വന്നാൽ അതൊക്കെ വരും. 2 തരം പട്ടികകൾ സൂക്ഷിച്ചിട്ടുണ്ടാവും കോളേജുകളിൽ. ഒന്ന് എന്തുണ്ടാവും എന്നറിയോ? അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ പട്ടികയിൽ പേരെഴുതി പണിയെടുക്കുന്ന ആളൊക്കെ ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്തു? ഒരുപക്ഷെ പെട്ടെന്ന് പോയ റെക്കോർഡ് കിട്ടൂല. അതാണ് ആ വെല്ലുവിളി. എങ്ങനെ വെല്ലുവിളിട്ട് നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രിൻസിപ്പൽ പാരാ? ഈ വിവാദം വന്നതോടുകൂടി നിലവിലുള്ള പ്രിൻസിപ്പളെ മാറ്റി. അബ്ദുൽ ജലീല പ്രിൻസിപ്പൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ അനുജനാണ്. ആരാണ് ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്? മുസ്തഫ റഹ്മാനി. ആരാണത്? സുലാഫയുടെ ഭർത്താവാണ്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ മരുമകനാണ്. 2 ഹെഡും, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, ഒരു അക്കാദമിക് ഹെഡ്, രണ്ടും അവരെ കയ്യിലാവുമ്പോഴേ റെക്കോർഡുകൾ ഇതിലൊക്കെ പോകാൻ വേറെ പ്രത്യേക പണിയൊന്നും എടുക്കണ്ട. എന്ത് പോയാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അതാണ് പറഞ്ഞത്. 2 ശമ്പളം വാങ്ങി. 2 ശമ്പളം വാങ്ങിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് 11/11/2015 മുതൽ വാങ്ങിയിട്ടുണ്ട്. കാരണം 2019 ഉത്തരവ് ഇറങ്ങുന്നുള്ളൂ. 15, 16, 16, 17, 17, 18, 19, 20 കാലഘട്ടങ്ങൾ, 3-4 കൊല്ലത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വരുന്ന അറിയില്ലല്ലോ. വരുന്നവർക്ക് മുൻകൂട്ടി അറിയില്ല. 19 ഉത്തരവിനെ ഇറങ്ങുന്നുള്ളൂ. ഈ കാലഘട്ടങ്ങളിൽ ശമ്പളം വാങ്ങിയിട്ടുണ്ട്. 2 ഇടത്തുനിന്ന് ശമ്പളം വാങ്ങിയാൽ അതിനാ ഡ്യുവൽ സാലറി എന്ന് പറയുക. മറ്റേ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയാം. റൈഹാൻ സി നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള EPF-ലേക്കുള്ള വിഹിതം പോലും അടച്ചിട്ടുണ്ട്. ഒരു ചാനലിൻ്റെ മുമ്പാകെ പോയി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില അവതരണങ്ങൾ സ്ഥാപനത്തിന് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജർ ഒന്നാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒപ്പുവെക്കുന്ന മാനേജർ അദ്ദുമാക്കിയാണ്. OUP സ്കൂളിൻ്റെ ഒപ്പുവെക്കുന്ന മാനേജർ അദ്ദുമാക്കിയാണ്. നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഒപ്പുവെക്കുന്ന മാനേജർ അദ്ദുമാക്കിയാണ്. ദാർനജ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒപ്പുവെക്കുന്ന മാനേജർ അദ്ദുമാക്കിയാണ്. ഈ 4 ആളും ഒന്നായതുകൊണ്ട് ഈ തിരിമറി നടന്നു എന്ന് വന്നാൽ സ്വജന പക്ഷപാതിത്വം നടന്നു എന്ന് തന്നെ, ഫോർജറി നടന്നു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയാൽ പറയേണ്ടതില്ല. കണ്ടെത്തിയത് ശരിയാണ്. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതെങ്ങനെ അന്വേഷണത്തിൽ കിട്ടുന്നത്? ആരാണ് ഈ ഡോക്യുമെൻറ്റുകൾ, രേഖകൾ കൊടുത്തത്? OUP സ്കൂൾ പരിശോധനയ്ക്ക് വരുന്നതേ ഇതൊക്കെ ശ്രദ്ധിച്ചോളി നിങ്ങൾ. പരമാവധി ബ്ലോക്കൊക്കെ നടന്നിട്ട് 13/3/2023 കൊടുത്തൊരു പരാതി പരിശോധനയ്ക്ക് വരുന്നത് 4/7/2023. ഒക്കെ കാണി ഏപ്രിൽ, മെയ്, ജൂൺ, 4 മാസങ്ങൾക്ക് ശേഷം പരിശോധനയ്ക്ക് വന്നല്ലോ. പരിശോധനയ്ക്ക് വരുമ്പോൾ ആരാണ് റെക്കോർഡൊക്കെ കൊടുത്തത്? റെക്കോർഡൊക്കെ കൊടുത്തത് ഹെഡ് മാസ്റ്റർ D. മുഹമ്മദ് മാസ്റ്റർ. അവിടെയുള്ള ജീവനക്കാരല്ലേ റെക്കോർഡ് കൊടുക്കുന്നത്, ഞാനല്ലല്ലോ. മാനേജർ ഒന്നും പോയി നോക്കൊന്നും വേണ്ട. പക്ഷെ അവിടെ നടക്കുന്നത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? മാനേജർ ഒരു ട്രാപ്പിലായി എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം ഒന്നാമത്തെ മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്ന മാനേജറുടെ മകൾ വഴിയാണ്. 2003-ലും 2004-ലൊക്കെ നിയമിച്ചതായി രേഖ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്തിനാണ് അങ്ങനെ രേഖ ഉണ്ടാക്കിയത്? 2003 മുതൽ എയ്ഡഡ് പദവിക്ക് മുൻകാല പ്രാബല്യം കിട്ടിയതോടുകൂടി സൗകര്യമുള്ള ഒരു സമയം വരുമ്പോൾ 2003 മുതലുള്ള കാലഘട്ടങ്ങളിലെ ശമ്പളം എഴുതിയെടുക്കാനുള്ള ഒരു പണിയാണ്. ഇനി ഒന്നും കൂടി ഞാൻ പറയാം. ഞങ്ങളെ വെല്ലുവിളി സ്വീകരിക്കുക. നിങ്ങൾ മുൻകാല പ്രാബല്യം കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ലേ? ഈ 2023 മുതൽ 2019 കാലഘട്ടങ്ങളിൽ 11/11/2017 കാലയളവിൽ ഞങ്ങൾ അവിടെ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുൻകാല പ്രാബല്യം കിട്ടുന്നുള്ള അപേക്ഷ നിങ്ങളുടെ അവിടെ ഫോർവേഡ് ചെയ്തിട്ടില്ലേ? സർക്കാർ വകുപ്പിൽ നിന്ന് അന്വേഷിച്ചാൽ അതും കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വേറെയായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദുമാക്ക മാനേജറാണല്ലോ. അദ്ദുമാക്കാൻ്റെ മകളെ തന്നെ ഇവരെ സൗകര്യം പോലെ അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഒരു സൗകര്യപൂർവ്വം നടന്നു. 2007 നിയമിച്ചിട്ടുണ്ട്, 2008 നിയമിച്ചിട്ടുണ്ട്, 2009 നിയമിച്ചിട്ടുണ്ട്, 2011 നിയമിച്ചിട്ടുണ്ട്, 2015 നിയമിച്ചിട്ടുണ്ട്, 2017 നിയമിച്ചിട്ടുണ്ട്. ആ AO ലിസ്റ്റ് എടുത്താൽ കൃത്യമായി പോരും. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇങ്ങനെ നിയമിച്ചു പോരുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അതാണ് ഒരു പ്രധാന കാരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോഴല്ലെങ്കിലും ഡ്യുവൽ സാലറി ഭാവിയിലും വാങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടാണ് ഈ മിസ്അപ്രോപ്രിയേഷൻ വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയത്. ഇപ്പം ഞാൻ കൊടുത്ത ഹിയറിങ്ങിനെങ്കിൽ ഞാൻ കൊടുത്ത നോട്ട് ഞാൻ അത് പുറത്തിടുന്നുണ്ട് കേട്ടോ. കൃത്യമായ നോട്ട് ഞാൻ രേഖയായിട്ട് ഇതിൽ പുറത്തിടുന്നുണ്ട്. അതിൽ ഞാൻ ആവശ്യപ്പെട്ടത് എന്താ? ഇവരുടെ നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്.
11/11/2015 മുതലാണ് മോണിറ്ററിംഗ് ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ കൃത്യമായി അതിനു മുമ്പ് നിയമിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ അവരെയൊക്കെ റെഗുലറൈസ് ചെയ്യണം. മിസ്അപ്രോപ്രിയേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. 79 മുതലൊക്കെ അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഇപ്പം ജോലി രാജിവെച്ച് വന്നതാണല്ലോ എന്നുള്ള നിലക്ക് KT ഉസ്താദ് എന്നെ ശമ്പളത്തോടു കൂടിയുള്ള മാനേജറായി അവർ നിയമിച്ചു. ഒരു മാസം ഞാൻ ശമ്പളം മേടിച്ചു. പിന്നെ എനിക്ക് ധാരണയാകുന്ന ശമ്പളം മേടിക്കുന്നത് ഒരു സുഖം തോന്നി. അത് കാരണം ഞാൻ ശമ്പളം മേടിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ശമ്പളമില്ലാതെ മാനേജറായി ഞാൻ വർക്ക് ചെയ്യണം. ഇനി ഗവൺമെന്റ് അംഗീകരിച്ചാലും ഭരണഘടന അംഗീകരിച്ചാലും ആരും അംഗീകരിച്ചില്ലെങ്കിലും KT ഉസ്താദ് നിയമിച്ച മാനേജർ എന്നുള്ള സ്ഥാനം മതി. അതിനെ വെല്ലുന്ന ഒരു നിയമവും തൽക്കാലം ഇല്ല എന്ന ഒറ്റ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ സ്ഥാപനത്തെ ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല അല്ലേ, ശമ്പളം വാങ്ങിയിട്ടില്ല, വളരെ ശരിയാണ്. ശമ്പളം വാങ്ങിയിട്ടില്ല വളരെ ശരിയാണ്. കാരണം ഭാരവാഹികൾക്ക് ശമ്പളം വാങ്ങാൻ പാടില്ല, അവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കമ്മിറ്റി മെമ്പറാകാനും പാടില്ല. ഭരണഘടന ഉസ്താദ് എഴുതി വെച്ചതാണ്. അതിൻ്റെ ജനറൽ ബോഡി മെമ്പറാണെങ്കിൽ പോലും അവിടുന്ന് എന്ത് വാങ്ങാൻ പാടില്ല, വേതനം പറ്റുന്ന ജീവനക്കാർക്ക് ജനറൽ ബോഡി അംഗം പോലും ആകാൻ പാടില്ല. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചല്ല, KT ഉസ്താദ് എഴുതി വെച്ചതാണ്. ദീർഘവീക്ഷണം KT ഉസ്താദിനുണ്ടായിരുന്നു, അത് എഴുതി വെച്ചതാണ്. അതുകൊണ്ട് അതെന്തുണ്ടായിട്ടില്ല, അവിടെ നടന്നിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ ഏരിയ ഇന്റൻസീവ് പ്രോഗ്രാം അനുസരിച്ചിട്ടുള്ള ഈ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കണം. എന്താണ് സംഭവം? 41 സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, അതായത് നിയോ ബുദ്ധിസ്റ്റുകളും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്കും വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സ്കീമാണ് AIP സ്കൂളുകൾ. പിന്നോക്കം കൃത്യമായി ഞാൻ ഇടപെടുകയാണ് ഇവിടെ. ഏരിയ ഇന്റൻസീവിനെ കുറിച്ച് പഠിക്കണം എന്നാണ് പറഞ്ഞത്. ഏരിയ ഇന്റൻസീവ് സ്കൂളുകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ഇതിന് ജോയിന്റ് കൺവീനറായിരുന്നു ഞാൻ ഏറെക്കാലം, 95 മുതലേ. 41 സ്കൂളുകൾ തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങൾക്കല്ല, ഇവിടെ ശ്രദ്ധിക്കണം. പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് ആദ്യം തിരഞ്ഞെടുത്തത്, ബ്ലോക്കുകളാണ് ആദ്യം തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയുള്ള ഈ സ്ഥാപനം? കോട്ടയത്തോ കൊല്ലത്തോ ആലപ്പുഴയിലോ എറണാകുളയിലോ തൃശ്ശൂർ വരെ എവിടെ ആർക്കും ഒരു സ്ഥാപനവും ഇതില്ല. മലബാർ മേഖലയിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്കുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് സംവിധാനം കൊണ്ടുവന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 94 മുതൽ 2019 കാലഘട്ടം വരെ ഇറങ്ങിയ 9 ഉത്തരവിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. 9 ഉത്തരവ് ഇറങ്ങിക്കിട്ട് മുഴുവൻ കോപ്പി എൻ്റെ അടുത്തുണ്ട്. ആവശ്യമാണെങ്കിൽ പുറത്തു വിട്ടുതരാം. 9 ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അതാരും ഈ പദ്ധതി പഠിപ്പിക്കൊന്നും വേണ്ട. ഈ പദ്ധതി പഠിപ്പിക്കുമ്പോഴേ ഞാനായിരുന്നു മാനേജർ എന്ന് പറയുന്ന ആള് ഇതിനു വേണ്ടി ചെയ്ത സംഭാവന എന്ന് പറയാൻ പറ്റുമെങ്കിൽ, ഈ പദ്ധതി കൃത്യമായി കൊണ്ടുവന്നു. നമ്മൾ കൊണ്ടുവന്ന പദ്ധതി എന്താണ് ചെയ്തത്? ഓർഡർ ഇറക്കണം. 94 ഈ ഓർഡർ ഇറങ്ങിയിട്ട് ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അപേക്ഷയുടെ കൂടെ അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ കുറേ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വില്ലേജ് ഓഫീസിൽ പോയിട്ടേ ഒരു നികുതി ചീട്ട് ഉണ്ടാക്കാൻ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നിങ്ങളെ കണ്ടിട്ടില്ല. പ്ലാനും എസ്റ്റിമേറ്റും ഉണ്ടാക്കാൻ അവർ ആരെയും കണ്ടിട്ടില്ല. പ്ലാനില്ല, എസ്റ്റിമേറ്റ് ഇല്ല, ഒന്നിനും ഒരാളുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടൊരു ബാഗ് എടുത്ത് ഇങ്ങനെ ഇറങ്ങി തന്നെ നടക്കുകയായിരുന്നു ഇതിൻ്റെ പിറകിൽ. ഇതുമായി കമ്മിറ്റി ഉണ്ടാക്കാൻ കണ്ണൂരിൽ പോയിട്ട് മീറ്റിംഗ് കൂടേണ്ടി വന്നിട്ടുണ്ട്, കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണിത്. ഇതിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് പോകേണ്ടത് തൂർ സ്വദേശി AE ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ബഷീറിനാണ്. ഞാൻ നേരത്തെ പരാമർശിച്ചതുകൊണ്ട് അതൊന്നും പറയത്തില്ല. ഇവിടെ സംഭവിച്ചത് ഈ 1 കോടി കണക്കാക്കിയതേ ഇങ്ങനെ കണക്കാക്കിയ പൈസയല്ല. 11/11/2015 2024 മടക്ക് സർക്കാർ ശമ്പളം വാങ്ങിയല്ലോ, കണക്ക് കൂട്ടിയാൽ മതി. ഏകദേശം ഈ കാലയളവിൽ ഒരു അധ്യാപികക്ക് ഒരു 28 ലക്ഷം രൂപയെങ്കിലും ശമ്പള ഇനത്തിൽ അവർ വാങ്ങിയിട്ടുണ്ടാവും. ശമ്പളം 2 ഇനം കേട്ടോ പഠിക്കണം. ഗ്രോസും ഉണ്ട്, നെറ്റും ഉണ്ട്. ഗ്രോസ് എന്ന് പറയുന്നതാണ് ശമ്പളം. അതിൻ്റെ ഡിഡക്ഷനൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന നെറ്റ്. ആകെ തുക ഗ്രോസാണ്. ഈ ഗ്രോസ് കണക്കൂട്ടും. ഗ്രോസ് കണക്കൂട്ടി കഴിഞ്ഞാൽ 28 ലക്ഷം ഉണ്ടാകും. 3 ആക്കുമ്പോൾ എത്രയായി? 84 അതിൻ്റെ 18% ഇൻട്രസ്റ്റ് കണക്കൂട്ടുമ്പോൾ ആകെ ഏകദേശം അതൊരു പത്രങ്ങൾ പുറത്തു വിട്ടതാണ് 1 കോടിയോളം വരും. അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച തയ്യാറാകും.
നിങ്ങൾ കാട്ടിക്കൂട്ടിയത് മുഴുവനും ഒരു ചന്ത പോലെ സ്കൂളാക്കി മാറ്റി എന്നതിൻ്റെ തെളിവാണ് കണ്ടത്. കൃത്യമായ രേഖകൾ സൂക്ഷിച്ചു വെച്ചില്ല. ഇത് ഓഡിറ്റിന് വിധേയമാകുമെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ശമ്പളം വാങ്ങുമ്പോൾ ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ടാവും. എല്ലാ മാസവും ശമ്പളം വാങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ കൊടുക്കണം? ഈ മാസം ഇന്ന ആൾ ഇവിടെ ജോലിയിലുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്തെങ്കിലും അധികമായി ആൻ എക്സസ് എമൗണ്ട് ഓഫ് പേ ഓർ അലവൻസ് ക്ലെയിംഡ് ഇൻ ദിസ് വിൽ ബി റീഫണ്ടഡ് എന്ന് കണ്ടെത്തിയാലും തിരിച്ചടക്കുമെന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ശമ്പളം വാങ്ങിയത്. ഈ ശമ്പളം വാങ്ങിയപ്പോൾ എന്തുണ്ടായി? പണിയെടുക്കാതെ ശമ്പളം വാങ്ങി, രണ്ടിടത്തുനിന്ന് ശമ്പളം വാങ്ങി എന്ന് നിങ്ങൾ തയ്യാറാക്കിയ അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരത് കണ്ടെത്തിയത്. 2003 അവസാനമായപ്പോ ശമ്പളം കിട്ടും ഉറപ്പ് വന്നപ്പോ, ഏകദേശം ഓർഡർ വന്നപ്പോ എന്റെ മറുപടി ഞാൻ രാജിക്കാൻ പോയി. ശമ്പളം കിട്ടുന്ന ഉറപ്പ് വന്നപ്പോ, ഓർഡർ വന്നപ്പോ എന്റെ മറുപടി രാജിക്കാൻ. അങ്ങനെ പറഞ്ഞത് ഇവിടെയാണ് ശരിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ല അവതരണം, നല്ലോണം സാധാരണ എത്രത്തോളം ത്യാഗം ചെയ്തു എന്ന് തോന്നിപ്പോകും. പക്ഷേ 2004 എനിക്ക് കിട്ടിയേ പറ്റൂ. ഈ നിഷാത്ത് സുൽത്താൻ ഉണ്ടല്ലോ, അബ്ദുമാക്കാൻ്റെ മോൾ, ഈ അബ്ദുമാക്കാൻ്റെ മോളെ മമ്പാട് കോളേജിൽ കൊണ്ടുപോയി ചേർക്കുന്നത് ഞാനാണ്. ഇപ്പോൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അബ്ദുമാക്ക ഉണ്ടായിരിക്കെ അബ്ദുമാക്കാൻ്റെ മോളെ രക്ഷിതാവായിട്ട് പോയി മമ്പാട് കോളേജിൽ കൊണ്ടുപോയി ചേർക്കുന്നത് ഞാനാണ്. മദ്രസയിൽ 3-ാം ക്ലാസ്സിൽ അവളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പയ്യാക്കോട് മദ്രസയിൽ താൽക്കാലിക അധ്യാപകനായിട്ട് അവിടെ പോകേണ്ട സാഹചര്യത്തിൽ. ഇവിടെ ഇങ്ങനെ ത്യാഗം ചെയ്ത ആളുകളെ കുറിച്ച് പറയുമ്പോഴേ എന്നെ പറ്റി നടത്തിയ ചില പരാമർശങ്ങളുടെ ലാസ്റ്റ് ഞാൻ കണ്ടതാണ്. ഉസ്താദുമായുള്ള ബന്ധമൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ. KT ഉസ്താദിനെ അളിയാക്കാന്ന് ഉപയോഗിക്കുന്നുണ്ട്, ജനറൽ സെക്രട്ടറി എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ആളുകൾ മുഴുവൻ ശ്രദ്ധിച്ചോളി. ഞാൻ മനസ്സിലാക്കിയോടത്തോളം നിഷാത്തിൻ്റെ ആദ്യത്തെ കുട്ടിയെ പ്രസവിക്കുന്നത് തന്നെ 2004 ജനുവരി മാസത്തിലാണ്. ഇവിടെ എന്തേ നടന്നു? മകളെ കെട്ടിക്കാൻ വേണ്ടി ദാറുൻ നജാത്തിനെ ദുരുപയോഗപ്പെടുത്തി. എന്തിനാ ശമ്പളം ഒന്നും വേണ്ടല്ലോ, കൃത്യമായി ദുരുപയോഗപ്പെടുത്തിയില്ലേ? 2001 ഒരു പത്രപരസ്യം മാധ്യമത്തിൽ, ഈ ക്ലാസിഫൈഡിലെ വരനെ ആവശ്യമുണ്ട്, MA അറബിക് 2nd ക്ലാസ്സോട് കൂടി പാസ്സായിരിക്കണം, മലപ്പുറം ജില്ലയിലെ സുന്നി എയ്ഡഡ് അറബിക് കോളേജിൽ നിയമനം തീർച്ച. അങ്ങനെ വന്നതാ മുസ്തഫ. പുതിയാപ്പിളിനെ സ്ഥാപനം ഉപയോഗപ്പെടുത്തി വാങ്ങിയതാ. ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഈ പരസ്യം ഇങ്ങനെ വന്നു മാധ്യമത്തിൽ കണ്ടു. മുസ്തഫ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഷോക്കത്തുണ്ട് അവിടെ. അവിചാരിതമായി സംഭവിച്ചാട്ടൊക്കെ അദ്മാക്കിയിട്ട് കുറച്ചപ്പുറത്ത്. മുസ്തഫ പെണ്ണിട്ടിട്ടില്ലെന്നേ. അപ്പോൾ പൂളക്കുന്ന് മദ്രസയിലും അധ്യാപകനായിരുന്നു. ഷോക്കത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മുസ്തഫ പടവാ, വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നടന്നോ, പരസ്യം കണ്ടില്ലേന്ന് ചോദിച്ചു. പരസ്യം കാണിച്ചു കൊടുത്തു. അപ്പോൾ പുന്നക്കാട് ബാർബർ ഷോപ്പിൽ ഞാനും ഉണ്ട്. ഒക്കെ അവിചാരിതാണ്. അപ്പോഴാണ് പരസ്യം കൊടുത്ത ആൾ ആരാണ് എന്നുള്ളത് ഷോക്കത്തിനോട് പറഞ്ഞു. അന്വേഷിക്കാണ് പുതിയാപ്പിളിനെ. ആദ്യം അന്വേഷിച്ചത് അടക്കരയാണ്. പിന്നെ മുസ്തഫ അന്ന് 2000 മുതൽ 2004 വരെ എടപ്പറ്റ ഗവൺമെൻറ് സ്കൂളിൽ PSc കിട്ടിയ അധ്യാപകനായിരുന്നു. ഈ പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്തഫ അപേക്ഷകനായി മാറുകയാണ്. ഓറലാട്ടോ അപേക്ഷ, വാക്കാലാണ്. ഇനി അതിന് രേഖ ഉണ്ടോ എന്ന് ചോദിക്കണ്ട. കാരണം മകളെ കെട്ടിച്ചേരുമെന്നില്ലൊക്കെ ആരും ഒരു പ്രത്യേക പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അപേക്ഷ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. മുസ്തഫ ഉണ്ടല്ലോ, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. 2001 ഇൻ്റർവ്യൂ നടന്നു. ആരാണ് ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്? കൃത്യമായ ഡേറ്റ് 19/11/2001 ആക്കാറ്. ഞാൻ ഒരു രേഖയും കയ്യിലില്ലാതെയായിട്ട് പറയുന്നത്. ഇൻ്റർവ്യൂ നടത്തിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി. ഒന്നാമത്തെ പേര് റഷീദ് അഹമ്മദ് P. നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളുണ്ടല്ലോ, മൂപ്പര് പറഞ്ഞ കുഞ്ഞാനൂലയുടെ മകൻ. മൂപ്പര് കുറച്ച് പറയാണ്ട്, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അവിടേക്ക്. രണ്ടാമത്തെ പേര് മുസ്തഫ. ഇന്ത്യ 19/11/2011 ലിസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് മുസ്തഫാനെ നിയമിക്കാൻ 2004 വരെ കാത്തു നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ്. അന്ന് പോസ്റ്റ് ഗ്രേഷൻ കിട്ടിയിട്ടില്ല. ഈ പോസ്റ്റുകൾക്ക് പോസ്റ്റ് ഗ്രേഷൻ സർക്കാർ കൊടുക്കണമല്ലോ, അതാണ് നിയമം. പോസ്റ്റ് ഗ്രേഷൻ കിട്ടാതെ നിലവിലുള്ള ജോലി രാജിവെച്ച് പോകുന്ന എന്താ കാരണം? വാണിയമ്പലത്തിൽ നിന്ന് വിടുകയും ചെയ്യും, തൊടുമ്പലത്ത് കത്തൂല എന്നുള്ള അവസ്ഥ ഉണ്ടാവും. അത് മനസ്സിലാക്കിയ കാത്തുന്നു. റഷീദിനെ 19/11/2001 നിയമിച്ചു. റഷീദ് കഴിവുള്ള ആളാണല്ലോ. നിരന്തരമായി ഓടി സൂപ്പിയാക്കിയാണ് വിദ്യാഭ്യാസ മന്ത്രി. PM ഹനീഫയ്ക്കുള്ള കാലമാണ്. ക്യാബിനറ്റിലൂടെ നിരന്തരം ഓടി സ്പെഷ്യൽ ഓർഡർ വഴി പോസ്റ്റ് ക്രിയേഷൻ വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് 19/11/2001 വന്നു. അങ്ങനെ റഷീദിന് എന്ത് കിട്ടി? മുൻകാല പ്രാബല്യത്തോടു കൂടി റഷീദ് ജോലിയിൽ കയറി അന്ന് മുതൽ ശമ്പളം കിട്ടി. ഈ ഉത്തരവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് ആര് വന്നത്? മുസ്തഫ വന്നത്.
മുസ്തഫ എന്നെ അവിടെ ജോയിൻ ചെയ്തത് 18/8/2004. ഇത് മാത്രം പോരെ, ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ അവിടെ KT ഉസ്താദ്. ഇത് KT ഉസ്താദിന്റെ കൺസെന്റോടുകൂടി, അനുമതിയോടുകൂടി ചെയ്തതാണോ? ദാറുൻ നജാത്തിന്റെ നിലവിലുള്ള ഏതെങ്കിലും സഹഭാരവാഹികൾക്ക് ഇത്തരത്തിൽ മക്കളെ കെട്ടിക്കാൻ പത്രപരസ്യം നടത്തി ചെയ്യും ഒരു ജോലി കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ കഴിയുമോ? ദുരുപയോഗപ്പെടുത്തിയല്ലോ ഉസ്താദിനെ. ഉസ്താദ് അറിഞ്ഞിരിക്കുന്നത് ഏത് മിനിറ്റ്സിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഒന്ന് പറയട്ടെ. ഇത്രത്തോളമൊക്കെ ചെയ്തിട്ട് അവസാനം എങ്ങനെ ഉസ്താൻ അവിടെ ഉസ്താദിനായിട്ട് ബന്ധമൊന്നുമില്ല, കയ്യൊപ്പിൽ പേരൊന്നും എഴുതിയിട്ടില്ല, എന്തൊക്കെയാണ് പറയുന്നത്? ഉസ്താദിന് ബന്ധമുണ്ടോന്നില്ല. ഏറ്റവും തെളിവ് നോക്കേണ്ടതേ 99 ഇൻ്റർവ്യൂ നടത്തി അവിടെ. ഹമീദ് വൈസി അമ്പലക്കടവിനെയും റഹീം കൊടശ്ശേരിയും അസ്ലം പട്ടർകുളത്തെയും ഇൻ്റർവ്യൂ നടത്തിയ ബോർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ യോഗ്യതകൾ പറയുന്നുണ്ടല്ലോ, കേവലം ക്ലർക്കാണെന്ന് ഞാനേ. മാനേജിങ് കമ്മിറ്റി റെപ്രസെൻറ്റേറ്റീവ് ആയിക്കൊണ്ട് ഇവരെ ഇൻ്റർവ്യൂ നടത്തിയ ബോർഡിലുള്ള ആളായിരുന്നു ഞാൻ. രേഖകളൊക്കെ ഉണ്ടല്ലോ, കോളേജിൽ പരിശോധിച്ചാൽ കിട്ടുമല്ലോ. അതിനുശേഷം നടന്ന ഗസ്റ്റ് അധ്യാപക നിയമനങ്ങളിൽ ഇൻ്റർവ്യൂ ബോർഡിൽ മെമ്പറായിരുന്നു ഞാൻ അവിടെ. എന്താ പറയാത്തത്? ദാറുൻ നജാത്തിൻ്റെ 3 സ്ഥാപനങ്ങളിലും ഒരേ സമയത്ത് PTA പ്രസിഡൻ്റായ ആളെ ഞാൻ. CBSEയുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കി, ഉസ്താദ് മരിക്കുന്നത് വരെ. CBSE ഒരു SMC എന്ന് അറിയുന്നുണ്ട്, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി. അത് നജാത്തിൻ്റെ കമ്മിറ്റി അല്ല. അതിന് കൃത്യമായൊരു ക്രൈറ്റീരിയ ഉണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. ആരൊക്കെയാണ് ആ കമ്മിറ്റിയിൽ വരേണ്ടത്? അതിൽ എഡ്യൂക്കേഷണൽ എക്സ്പേർട്ട് എന്ന് എഴുതിയിട്ട് എൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഞാനാണ് ഇതിലുണ്ടായിരുന്നത്. ഞാൻ കേവലം നജാത്തിൽ അങ്ങനെ പോയ ആളൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ് ഇല്ലാതാക്കൊന്നും വേണ്ട. അതാണ് അവിടെ നടന്നത്. ഇവിടെ നടന്നപ്പോൾ എന്തുണ്ടായി? ഇൻ്റർവ്യൂ ബോർഡിൽ വന്നാൾ ഇതല്ലേ സംഭവിച്ചത്? അങ്ങനെയാണ് മുസ്തഫ വരുന്നത്. ഇതിൻ്റെ പേരിൽ മറ്റൊരു കമ്മിറ്റി മെമ്പർ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ പോയി ചോദിച്ചല്ലോ ഒരു പോസ്റ്റ് വേണമെന്നുള്ളത്. അതും നജാത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്താണ്. പേര് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ പറയും. അദ്ദേഹം ഇന്ന് അബുദാബിയിൽ വലിയൊരു കമ്പനിയിൽ നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുക. കുട്ടീനൊക്കെ ഡോക്ടറായി പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻറ്റ് കൂടി ഞാൻ പേര് പറയുന്നില്ല. അയാൾക്ക് വേണ്ടി അന്വേഷിച്ചു. ചെല്ലുമ്പോൾ അതുമാക്കേ മറുപടി പറഞ്ഞു, ഇതിനൊരു മാനദണ്ഡമൊക്കെ ഇല്ല. ആ മാനദണ്ഡം അപ്പം പറഞ്ഞതേ കേട്ടില്ല നിങ്ങൾ? മാനദണ്ഡങ്ങൾ ഇതാണ് മാനദണ്ഡം. എന്താണ് ആ മാനദണ്ഡം? ചുരുങ്ങിയത് ആ കുടുംബവുമായി ബന്ധമുണ്ടായിരിക്കണം. അതല്ലേ മാനദണ്ഡം അവിടെ നടന്നത്. ഇതിനെ എതിർക്കുമ്പോൾ വ്യക്തിഹത്യ നടത്താനാണ് ശ്രമമെങ്കിൽ പുറകോട്ട് പോകുന്ന പ്രശ്നം ഇക്കാര്യത്തിലില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ജനപിന്തുണയോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അത് യാതൊരു സംശയവുമില്ല. അതിനുള്ള മറുപടി കൂടിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.